ഇടുക്കിയിൽ നിന്നിപ്പോൾ ജോസിൽ കൂടി എന്നോടൊപ്പം ചേരുകയാണ്. ഇടുക്കിയിൽ മഴയുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം. ജോസിൽ, ഗുഡ് മോർണിംഗ്. ഇടുക്കിയിൽ മഴയുണ്ടോ? എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? മഴ പെയ്യുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുന്നു. ഡാമുകളിലെ സാഹചര്യം എന്താണ്? പ്രത്യേകിച്ചും ഹൈറേഞ്ച് മേഖലയിലെ അവസ്ഥ എന്താണ്? മനു, ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ ഇടുക്കിയിൽ മഴയ്ക്ക് കാറ്റിനും നേരിയ ശമനമുണ്ട് എന്ന് പറയുന്നതിന് വേണ്ടിയാണ് ഞാൻ തയ്യാറായി നിന്നത്. അപ്പോഴാണ് ചെറിയ രീതിയിലുള്ള ഒരു മഴ ഇപ്പോൾ ഇടുക്കിയിൽ ആരംഭിച്ചിരിക്കുന്നത്. വളരെ ചെറിയ രീതിയിലുള്ള ഒരു മഴയാണ്. ഇന്നലെ രാത്രി മുതൽ ഇന്നലെ വൈകിട്ട് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു. കനത്ത മഴ ഇന്നലെ ഉണ്ടായിരുന്നു. പല മേഖലയിലും മണ്ണിടിച്ചിലുണ്ടായിരുന്നു. വലിയ കാറ്റിൽ മരങ്ങൾ ഒടിഞ്ഞു വീഴുകയും നാശനഷ്ടങ്ങൾ ഉണ്ടാകുകയും മരണം സംഭവിക്കുകയും ഒക്കെ ഇന്നലെ നടന്നതിൻ്റെ ഭാഗമായി ഇന്നലെ വൈകിട്ട് റെഡ് അലർട്ടായിരുന്നു. പക്ഷേ ഇന്നലെ രാത്രിയോടുകൂടി മുതൽ ഇടുക്കിയിൽ മഴയ്ക്ക് ഒരു ശമനമുണ്ടായിരുന്ന അവസ്ഥയാണ്. അത് ഇവിടെ തൊടുപുഴയിൽ മാത്രമല്ല, ഹൈറേഞ്ചിൽ ഉൾപ്പെടെ എല്ലാ പ്രദേശങ്ങളിലും മഴ കുറയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഞാൻ ഈ ലൈവ് തുടങ്ങിയപ്പോൾ ഒരു സാഹചര്യത്തിലാണ് മഴ അല്പം വേണ്ട എന്നുള്ള രീതിയിൽ കാലാവസ്ഥ ചെറിയൊരു മഴ പെയ്യിച്ചു എന്ന് മാത്രമാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ അവസ്ഥ. ഏതായാലും വളരെ ആശ്വാസകരമായ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഇടുക്കിയിലെ അവസ്ഥ നിൽക്കുന്നത് എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇന്നലെ വലിയ ശക്തമായ മഴയും കാറ്റും എല്ലാം ഇടുക്കിയിൽ ഉണ്ടായി. വലിയ നാശനഷ്ടങ്ങളുണ്ടായി. ഇടുക്കിയിലെ വിവിധ ആറുകൾ കരകവിഞ്ഞ് ഒഴുകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രിയിൽ മൂന്നാറിൽ ബൊട്ടാണിക്കൽ ഗാർഡന് സമീപം മണ്ണ് ഇടിഞ്ഞ് ലോറിക്ക് മുകളിലേക്ക് വീണ ലോറിക്കകത്ത് 2 പേരുണ്ടായിരുന്നു. അതിൽ ഒരാൾ മരിച്ചു. മൂന്നാർ സ്വദേശിയായ ഗണേശൻ എന്ന് പറയുന്നയാളാണ് മരിച്ചത്. അത് മൂന്നാർ ആശുപത്രിയിൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് 58 വയസ്സായിരുന്നു. അതോടൊപ്പം തന്നെ ഇന്നലെ ഉടുമ്പൻചോലയിൽ ഈ തോട്ടം തൊഴിലാളി മരം വീണ് മരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള ലീലാവതിയാണ് മരിച്ചത്. അവർ ഈ തോട്ടത്തിൽ ജോലി ചെയ്യുകയായിരുന്നു. ശക്തമായ മഴയ്ക്കൊപ്പം ഉണ്ടായ ശക്തമായ കാറ്റിലാണ് അവരുടെ ദേഹത്തേക്ക് മരം വീണ് മരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായത്. അങ്ങനെ 2 മരണം ഇന്നലെ തന്നെ ഇടുക്കിയിൽ ഉണ്ടാകുന്ന ഈ മഴയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. വിവിധ മേഖലകളിൽ ആറുകൾ കരകവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. പല പ്രദേശങ്ങളിലും മണ്ണ് ഇടിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെടുന്നു. ഇപ്പോൾ പ്രത്യേകിച്ച് ഇടുക്കി മെഡിക്കൽ കോളേജിലേക്കുള്ള റോഡടക്കം ഗതാഗതം തടസ്സപ്പെടുന്നൊരു സാഹചര്യമുണ്ട്. അതൊക്കെ മണ്ണ് അപ്പോൾ തന്നെ ഫയർഫോഴ്സും ജില്ലാ ഭരണകൂടം ഉണർന്ന് പ്രവർത്തിച്ച് അങ്ങനെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളൊക്കെ പെട്ടെന്ന് മാറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രധാനമായിട്ടും ഇടുക്കിയിൽ ചെറിയ ഡാമുകളാണ് തുറന്നിരിക്കുന്നത്. പൊന്മുടി, കല്ലാറുകുട്ടി, പാബ്ല, മലങ്കര. അതായത് എപ്പോഴും ഈ മഴ ആരംഭിച്ചാൽ തന്നെ തുറക്കുന്ന ചെറിയ ഡാമുകളാണ്. ആ ഡാമുകൾ മാത്രമാണ് തുറന്നിരിക്കുന്നത്. മറ്റ് വലിയ ഇന്നലെ ഇപ്പോൾ നിലവിൽ ഈ മഴ മാറി നിൽക്കുന്നു എന്നുള്ളത് വളരെ ആശ്വാസകരമായ അവസ്ഥയാണ്. ഒപ്പം തന്നെ ഇന്നലെ കോളേജിൽ പോയിട്ട് തിരിച്ചു വരികയായിരുന്ന ഒരു വിദ്യാർത്ഥി തൊടുപുഴ വെള്ളിയാമറ്റം ഒരു ചപ്പാത്തിൽ ഒഴുക്കിൽപ്പെട്ട് ആ ബൈക്ക് സഹിതം ഒഴുകിപ്പോകുന്നൊരു സാഹചര്യമുണ്ടായി. നേരിയ പരിക്കുകളോടെ ഈ വിദ്യാർത്ഥി നികേഷ് എന്നാണ് പേര്. നികേഷ് രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ബൈക്കും കരയ്ക്ക് കയറ്റിയിട്ടുണ്ട്. അങ്ങനെ ഈ 2 മരണം ഉൾപ്പെടെയാണ് ഇന്നലെ സംഭവിച്ചത്. ഏതായാലും ഇപ്പോൾ ഒരു ആശ്വാസകരമായ അവസ്ഥയാണ് മനു. ശരി, ഇടുക്കിയിൽ നിന്നാണ് ജോസിൽ നമ്മളോട് ഈ സംസാരിച്ചത്. ഏതായാലും ഇടുക്കിയിൽ ഇപ്പോൾ മഴ കുറഞ്ഞിട്ടുണ്ട്, പക്ഷേ വലിയ തോതിൽ മഴക്കെടുതി തുടരുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇടുക്കിയിലേക്കൊന്നും തൽക്കാലത്തേക്ക് യാത്ര പോകേണ്ട. കാരണം നമുക്കറിയാം, വയനാട് പോലെ തന്നെയാണ് ഹൈറേഞ്ച് മേഖലകളൊക്കെ ഉള്ളതാണ്. അവിടെയുള്ള മനുഷ്യർ അവർക്ക് ആ പ്രകൃതിയെ നന്നായിട്ട് അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ മഴ വരുമ്പോഴും മറ്റും അവർ ജാഗ്രതയോടെ നിൽക്കും. പക്ഷേ പുറത്തുനിന്ന് ചെല്ലുന്നവർ അങ്ങനെയല്ല. നമുക്ക് ആ സ്ഥലം പരിചയമില്ല, അവിടുത്തെ പ്രകൃതി അറിയില്ല. അതുകൊണ്ട് നമ്മൾ അബദ്ധങ്ങളിൽ ചാടും, അത് അപകടങ്ങൾക്ക് വഴിവെക്കും. അതുകൊണ്ട് തന്നെ സൂക്ഷിക്കുക. തൽക്കാലത്തേക്ക് യാത്രകൾ അങ്ങോട്ടേക്ക് പോകേണ്ട എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഒപ്പം തന്നെ പല ഇടങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ വീണ്ടും വരുന്നുണ്ട്. വയനാട് നല്ല മഴയുണ്ട്, പക്ഷേ കറണ്ടില്ല എന്ന് നജ്മു പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. മഴ വരുമ്പോൾ സ്വാഭാവികമായും കറണ്ടൊക്കെ പോകും. കാരണം വലിയ കാറ്റിലൊക്കെ മരച്ചില്ലകളൊക്കെ ഒടിഞ്ഞു വീഴാം. അതുകൊണ്ട് പരമാവധി ചാർജുകൾ ഉറപ്പിച്ചു വെക്കുക. പ്രത്യേകിച്ചും മൊബൈൽ ടോർച്ചുകൾ, എമർജൻസി ലാമ്പുകളൊക്കെ. ഇപ്പോൾ ഇൻവെർട്ടറൊക്കെ ഉണ്ട്, പക്ഷേ ഒരു പരിധിക്കപ്പുറത്തേക്ക് സൂര്യൻ മറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പരിധിക്കപ്പുറത്തേക്ക് ഇൻവെർട്ടർ നിൽക്കില്ലല്ലോ. സോളാറും ഉണ്ട്. അതും ഈ പറഞ്ഞതുപോലെ ഒരു സൂര്യൻ വന്നില്ലെങ്കിൽ പിന്നെ സോളാറിനും സാധ്യതയില്ലാതാകുമല്ലോ.